മാർക്കോ അപ്പോ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു മൂവിയാണോ? ഇഷ്ടപ്പെടാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. എനിക്ക് ഉണ്ണിമുന്തൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്. എന്ന് വെച്ചാൽ ഉണ്ണിമുന്തനെ ഞാൻ ഒരു മുറിയിൽ വന്ന് പാർത്തായ എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ണിയായിട്ട് ഇവിടെ ഒരു ഇനോഗ്രേഷൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാർ എടുത്തു. ഞാൻ പോയി ഉണ്ണീനെ കൊണ്ടുവന്നു. അങ്ങനെ അപ്പോൾ തൊട്ട് എനിക്ക് ഉണ്ണീനെ അറിയാം, നല്ല രീതിയിൽ അറിയാം. ഞങ്ങൾ പിന്നെ ഒരു പടമൊക്കെ പ്ലാൻ ചെയ്താണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണി ഓർമ്മയില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ ഉണ്ണിയുടെ കൂടെയുള്ള ഒരു അരുണാണ് അന്ന് ഡീൽ ചെയ്തത്. അപ്പോൾ പക്ഷേ ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന നടൻ്റെ ഗ്രാഫ് സിനിമാറ്റിക് ലെവലിൽ നിന്ന് കയറി വലിയ സ്റ്റാർത്തിലേക്ക് എത്തിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. പുള്ളി ഒരു സ്റ്റാർ തന്നെ ആവേണ്ട ആൾ തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ പറയുന്ന പ്രമേയത്തിനകത്ത് കാലഘട്ടത്തെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന 10ാം ക്ലാസ്സോ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ വസ്ത്രം ധരിക്കാൻ, അങ്ങനെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള അപകടങ്ങളും കൊലപാതകങ്ങളും ഒന്നും മാർക്കം കൊണ്ടിട്ടാന്നുള്ള അല്ലാട്ട പറയണേ. ഇപ്പോൾ നാളെ അങ്ങനെ പറയരുത്. പക്ഷേ ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ ആറാം തമ്പുരാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ലേ? ഇമിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു വസ്ത്രധാരണം, ഞാൻ പറഞ്ഞത് വസ്ത്രധാരണം ഇമിറ്റേഷൻ ആണ്. പക്ഷെ നമ്മൾക്ക് ഒരാളോടുള്ള സംഭാഷണം എങ്ങനെയാണ് ഇമിറ്റേഷൻ ആവുക? ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയട്ടെ, ബിൻഷിയോട് ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഈ കൈ ഇങ്ങനെ പോകുന്നത് ഇമിറ്റേഷൻ അല്ല. അത് ഞാൻ മുൻപ് കണ്ടിട്ടുള്ള ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ മുൻപ് കണ്ടിട്ടുള്ള എന്തെങ്കിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണത്. അതിന് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്തേക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്.